അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നല്ല അടിപൊളി ദം ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തത്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം, കുറച്ച് ലൂസാകാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച്, ഞാനിവിടെ നെയ്മീനാണ്, നെയ്മീൻ അയക്കൂറ എന്താണ് നിങ്ങൾ പറയുന്നത്, ഇതേ പാറ്റേണിൽ തന്നെ വേണമെങ്കിൽ ചെമ്മീൻ ബിരിയാണി എന്തും ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 1 by 1 ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എല്ലാം ഒരുമിച്ചിട്ടിട്ട് മാരിനേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു 1/2 an hour 10 minutes വേണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് നേരെ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ ഞാൻ ഈ ഫ്രൈ ചെയ്യുന്ന പാനിൽ തന്നെയാണ് കേട്ടോ ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അത് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാം. ആദ്യം ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് അതും ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡ് കുക്ക് ചെയ്തെടുക്കാം. ഇനി അത് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് അതൊന്ന് മാറ്റാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 5-6 പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ചിട്ട്, പിന്നെ ഒരു 2 മീഡിയം ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നീര് സ്ലൈസായിട്ട് അത് മുറിക്കണം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ഒരു 2 പട്ട, 3 ഏലക്ക, കുറച്ച് ഗ്രാമ്പൂ, ഒരു 4-5 ഗ്രാമ്പൂ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ആ സവാള അതിലേക്ക് ഇടാം. എന്നിട്ട് സവാള നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ ടാസ്ക്. നമുക്ക് കുറച്ച് പാടാന്നറിയാം, പക്ഷെ നന്നായിട്ടത് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പേസ്റ്റാക്കി വെച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ക്രഷ് ചെയ്ത് വെച്ച പച്ചമുളകും കൂടി ഇട്ടിട്ട് അതും കൂടി നന്നായിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മുറിച്ച് വെച്ചൊരു തക്കാളിയാണ് ഇടുന്നത്. ഇനി തക്കാളി ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പ് ആവശ്യമാണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ഉപ്പിടാം. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇടാം. ഇവിടെ ഗരം മസാല പൗഡർ മാത്രമേ ഇടുള്ളൂ, വേറെ ഒന്നും ഇടില്ല, അത് മാത്രം മതി. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തൈരൊന്ന് എല്ലായിടത്തും മിക്സ് ചെയ്യാം. ഇനി തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുറിച്ച് വെച്ച കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ ഞാൻ കുറച്ച് പുതിനയും എടുത്തിട്ടുണ്ട്, പുതിന ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. മല്ലിച്ചപ്പ് എന്തായാലും ഇടണം. മല്ലിച്ചപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു അരമുറി പുളിനാരങ്ങ നീരാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച എല്ലാ മീനും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെക്കുക. ഇത് വെച്ചിട്ട് നമുക്കിത് അടച്ചു വെക്കാം. അതങ്ങനെ അവിടെ നിന്നോട്ടെ. ഇനി നമുക്ക് അടുത്തത് റൈസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം മീനും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. ആ ഫിഷിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ടൈം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ പശു നെയ്യ്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഇടാം. 3 ഏലക്കായ്, 2 പട്ട, 2 ബേ ലീവ്സും, പിന്നെ 3-4 ഗ്രാമ്പൂ. ഇനി നമുക്ക് കഴുകി വെച്ച റൈസ് ഇടാം. ഞാനിവിടെ 2 ഗ്ലാസ് റൈസാണ് ആക്കുന്നത്. ഇവിടെ ഇനി റൈസ് ഇട്ടതിന് നമ്മൾ ഈ നെയ്യിൽ നന്നായിട്ട് വറുത്തെടുക്കണം. പ്രത്യേകിച്ച് മലബാർ, കണ്ണൂർ ഏരിയയിലേക്ക് നമ്മളിങ്ങനെ റൈസ് വറുത്തിട്ടാണ് ഉണ്ടാക്കുക. നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് റൈസ് വറുത്തെടുക്കണം.
അത് നന്നായിട്ട് വറുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാൻ ഇവിടെ 2 ഗ്ലാസ് അരിക്ക് ഒരു 3-3.5 ഗ്ലാസ് വെള്ളം ആണ് എടുത്തിട്ടുള്ളത്. ആ ചൂടാക്കിയ വെള്ളം നമ്മൾ ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഉപ്പും പിന്നെ ഒരു ഹാഫ് പുളിനാരങ്ങ കൂടി ഒഴിക്കുന്നുണ്ട്. അത് നമ്മൾ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് സിമ്മിൽ വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് റൈസൊക്കെ ഒന്ന് തിരിച്ചിടാം. അത് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒരു 10-6 മിനിറ്റ് ടോട്ടൽ ഒരു 12 മിനിറ്റൊക്കെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദം പ്രോസസ്സാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റൈസെല്ലാം വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റണം. പിന്നെ അടിയിൽ കുറച്ച് ഈ വീഡിയോയിൽ കാണുന്നില്ല അത്രയും റൈസ് മാത്രം താഴെ വെക്കുക. എന്നിട്ട് നമ്മളതിൻ്റെ മുകളിൽ മസാല ഇടുക വേണ്ടത്. അതിന് മുമ്പ് ഈ മീനായതുകൊണ്ട് നമ്മൾ എല്ലാം ആദ്യം എടുത്ത് മാറ്റണം. എന്നിട്ട് ആ റൈസിൻ്റെ മുകളിലേക്ക് കുറച്ച് റോസ് വാട്ടർ പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നമ്മൾ ആ മസാല അതിൻ്റെ മുകളിലേക്ക് എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. മസാല എല്ലാ കോർണറിലും എല്ലാ ഭാഗത്തോട്ടേക്കും ഒന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ആക്കിയ ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഫ്രൈ ചെയ്ത ഉള്ളി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, പക്ഷേ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ മുകളിലേക്ക് മുറിച്ച് വെച്ച മല്ലിച്ചപ്പ് ഇടാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ആ മീൻ ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ഞാൻ എല്ലാം ഇട്ടിട്ടില്ല, കുറച്ചേ ഇട്ടുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ആ ബാക്കി റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുൾ റൈസ് ഇടുന്നില്ല, അതിൻ്റെ കുറച്ച് റൈസ് ഇട്ട ശേഷം അതിൻ്റെ ഹാഫ് റൈസ് ഇട്ട ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് റോസ് വാട്ടറും കുറച്ച് ഗരം മസാല പൗഡറും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഒണിയനും കൂടി അതിൻ്റെ മുകളിൽ ഇടുന്നുണ്ട് കുറച്ച്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇനി ബാക്കിയുള്ള കംപ്ലീറ്റ് റൈസ് ഞാൻ ഇടും. അത് ഇട്ട ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കംപ്ലീറ്റ് റൈസ് ഇട്ട ശേഷം ഒരേ ലെവലിലാക്കിയിട്ട് കംപ്ലീറ്റ് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത ശേഷം വീണ്ടും കുറച്ച് റോസ് വാട്ടറും കുറച്ച് ഗരം മസാല പൗഡറും പിന്നെ ഞാൻ പാലിൽ കുറച്ച് കുങ്കുമപ്പൂ ഇട്ടിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്, എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. പിന്നെ ആ ബാക്കിയുള്ള ആ ഫിഷും കൂടി ഇട്ടിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് ഓണിയനും കുറച്ച് മല്ലിച്ചപ്പും ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തിട്ട് അതും ഇടാം. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ അത് സ്കിപ്പ് ചെയ്യാണ്. പിന്നെ നമുക്ക് ഫോയിൽ വെച്ച് പൊതിഞ്ഞ് ഒരു ലോ ഫ്ലെയിം ഒരു 10-15 മിനിറ്റ് ദം ചെയ്യാൻ വേണ്ടി വെക്കണം. ദം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളത് തുറക്കാൻ പാടുള്ളൂ. ഈ ദമ്മിങ്ങിലാണ് നമ്മളുടെ റൈസിൽ ആ കംപ്ലീറ്റ് ഫ്ലേവർ പോകുന്നത്, നമ്മളുടെ മസാലയുടെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ വരുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു 10-20 മിനിറ്റും കൂടി വെച്ച ശേഷം മാത്രം സെർവ് ചെയ്യാം. ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റിൽ വന്നിട്ട് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.